Kartika reached? No, I am also waiting for her. I checked in the office. She isn't there. And her phone is also not reachable. Has she left town by any chance? No, all her things are here. Okay. Just ask her to call me when she comes Okay, home. I'll definitely tell her. Okay. Okay. Bye. Kartika is not lifting the phone. I don't know what happened to her. If in case I couldn't meet her before early morning means, what will happen? ഏയ്, നീ എന്താ ഇവിടെ? നന്നായിട്ട് അഭിനയിക്കുമെന്ന് മനസ്സിലായി. നീ എന്താ ഇവിടെ ചെയ്യുന്ന? ഫ്രണ്ടിന് ഒരു പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നു. അതാ അവന്റെ ഒപ്പം വന്നത്. ഏത് ഫ്രണ്ട്? എടാ അളിയാ, മച്ചി, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാ. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട്. ഇത് കാർത്തിക, എന്റെ ഫ്രണ്ട്. എടാ ദ്രോഹി, ഇതിനാണ് എന്നെ തിരിച്ചെന്തൂര് വിളിച്ചോണ്ടെന്ന്? ഇതാണ് നിന്റെ ഇമ്പോർട്ടന്റ് വർക്ക്? കാർത്തികേ, ആരാണ് ഇവരൊക്കെ? അമ്മേ, ഇതെന്റെ ഫ്രണ്ടാണ്, ചാർലസ്. ഓ, നിന്റെ കോളേജ് ഫ്രണ്ട്. നിങ്ങളെപ്പറ്റി എപ്പോഴും ഇവള് പറയാറുണ്ട്. ആട്ടെ, ഇപ്പൊ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ചെന്നൈയില്. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ചെന്നൈ സൂപ്പർ കിങ്സില്. ഓ, ലാസ്റ്റ് ബോളില് 6 അടിച്ചില്ലേ? അയാളല്ലേ നിങ്ങള്? പക്ഷെ ടിവിയില് കണ്ടപ്പോ കറുത്തിട്ടായിരുന്നല്ലോ. ആന്റി, അത് ബ്രാവോ, വെസ്റ്റ് ഇൻഡീസ് പ്ലെയർ. ഇവ ഇപ്പോഴാണ് ചേരാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ? സാരമില്ല, വേഗം നിങ്ങളും ചേരും. താങ്ക്സ്. ഞങ്ങളിവിടെ അടുത്ത് തന്നെയാ താമസിക്കുന്നത്. വരൂ. ഇല്ല ആന്റി, ഒരു പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയേ പറ്റൂ. ഇവള് ഇന്ന് തന്നെയാ പുറപ്പെടുന്നത്. മോൾ എങ്ങനെയാ പോകുന്നേ? ബസ്സിലമ്മേ. അപ്പൊ നിങ്ങളോ? അപ്പൊ ഞാനും ബസ്സിൽ തന്നെയാ. ഇവിടെയല്ലേ പറഞ്ഞ? അതെ, ഇവിടെ തന്നെ പറഞ്ഞ. പക്ഷെ അയാളെവിടെ? എത്തിയല്ലോ. എന്താ ഭായി, നിങ്ങൾ അവിടെ പ്രതീക്ഷിച്ചല്ലോ. ഇന്നാ ഇതിൽ 8 കോടിയുണ്ട്. ബാക്കി പൈസ ഡയമണ്ട് കിട്ടിയതിന് ശേഷം. ഡയമണ്ട്സ് എപ്പോഴാ കയ്യിൽ കിട്ടുക? 2 ആഴ്ചയാവും. എന്തിനാ 2 ആഴ്ച? തൂത്തുക്കുടി SP കുറച്ച് കടുപ്പമാ. പിള്ളേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് പുതിയ പിള്ളേരെ ഇറക്കണം. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, കാരണം ഇത്തവണ അമൗണ്ട് കുറച്ച് വലുതാ. അത് നിങ്ങൾക്കാ, എനിക്കല്ല. പേടിക്കാനൊന്നുമില്ല. പറഞ്ഞ സമയത്തിന് സാധനം നിങ്ങളുടെ കൈക്ക്. ശരി, ഇപ്പൊ എങ്ങോട്ടാ പോണ്ടേ? ECRലേക്ക് വിട്ടോ. തിയേറ്ററിൽ പോയപ്പോ ടിക്കറ്റ് കിട്ടിയില്ല. അതിനെന്തിനാ ഇത്ര ബിൽഡപ്പ്? എന്തൊരു സെൻസ് ഓഫ് ഹ്യൂമറാ നിങ്ങൾക്ക്. എന്റെ അമ്മോ, കണ്ടോ കോമാരെ? മീറ്റിംഗ് എപ്പോഴാ? ഒരു 10 മിനിറ്റ് തുടങ്ങുന്നു തോന്നുന്നു. സാർ വിളിച്ചായിരുന്നോ? ഇത് ഓഫീസാ. താനെന്താ മറന്നുപോയോ? സാർ എന്താ കാര്യം? ജോലിയും സ്ഥലത്ത് പെമ്പിളടുത്ത് നിന്ന് 10 അടി മാറി നിൽക്കണം, എങ്കിലേ പണി മര്യാദയ്ക്ക് നടക്കുള്ളൂ. അതെ സാറേ, ഇപ്പോഴൊക്കെ പെമ്പിള്ളേർ ശരിയല്ല. അങ്ങനെ പണിയെന്ന് പറഞ്ഞത് തന്റെ പണിയെ. ഐ എം സോറി സാർ. യു ക്യാൻ ഗോ. താങ്ക് യു സാർ. ബിൽസ് റെഡി ചെയ്തോ? ഇല്ല. എന്താ?
3 കോടിയുടെ പർച്ചേസിന് 8 കോടിക്ക് ബില്ല് ചോദിച്ചാൽ ആരാ തരിക? അത് മാത്രമല്ല, എല്ലാം ഇല്ലീഗൽ ഡയമണ്ട്സാ. ഇനിയിപ്പോൾ എന്തി? അറിയില്ല. ആ വിശ്വനാഥനാണെങ്കിൽ ഇപ്പൊ എന്റെ മേലിൽ ഭയങ്കര ഡൗട്ടിലുവാ. 1 വീക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും. നെക്സ്റ്റ് വീക്ക് എല്ലാം നമ്മുടെ കയ്യിൽ വരുമല്ലോ, അപ്പോൾ നോക്കാം. വരുന്നുണ്ട്. മോർണിംഗ് സർ. ഹലോ സർ. ഇരിക്കൂ. യാ. എന്താ സഞ്ജയ്? യെസ് സർ. അക്കൗണ്ട്സ് ഒക്കെ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്? എല്ലാ ബിൽസും റെഡി ആയിക്കൊണ്ടിരിക്കുക. തന്നേക്കാം സർ. എനിക്കിതെന്തോ ശരിയായിട്ട് തോന്നുന്നില്ല. സംതിങ് ഈസ് റോങ്. സർ അങ്ങനെയൊന്നുമില്ല സർ. ഹലോ. ആ ബോസ്, ഒക്കെ റെഡി ആയിട്ടുണ്ട് ബോസ്. ബോസ് വരുവാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ താങ്ക് യു. ബോസ് ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തും. കോൺഫറൻസ് ഹാളിലേക്ക് ചെന്ന് എല്ലാം പെട്ടെന്ന് അറേഞ്ച് ചെയ്യണം. ഓക്കെ സർ. ഷുവർ സർ. ചന്ദ്രു, എനിക്കെന്തോ സഞ്ജയനോടൊരു ഡൗട്ട് തോന്നുന്നു. എനിക്കും ഡൗട്ടുണ്ട് സാർ. വലുതായിട്ട് എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൂഫ് ഒന്ന് കിട്ടിക്കോട്ടെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സിറ്റ് ഡൗൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ കമ്പനി ഇന്ത്യയിൽ വെച്ച് തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് ഡയമണ്ട് കമ്പനി. ഈ വർഷത്തോടെ 50 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ കമ്പനി. പക്ഷേ ഇത് മതിയാവില്ല. നമ്മൾ ഇന്ത്യയിൽ ജ്വൽ ബിസിനസ്സിൽ നമ്പർ 1 കമ്പനി ആവണം. അതിനൊക്കെ നിങ്ങളുടെ എഫേർട്സ് തീർച്ചയായിട്ടും ആവശ്യമാണ്. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, മിസ്റ്റർ വിശ്വനാഥ് ഈ ആഴ്ചയോടെ റിലീവ് ആവുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മിസ്റ്റർ ചന്ദ്രു ആണ് വരുന്നത്. ഈ ചെറുപ്രായത്തിൽ തന്നെ ചന്ദ്രു ഈസ് എ വെരി സിൻസിയർ പേഴ്സൺ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പ്രൊമോഷൻ കിട്ടിയത്. സഞ്ജയ് ഓഫ് കോഴ്സ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് ആയിട്ട് അദ്ദേഹം തന്നെ ഉണ്ടാകും. മിസ്റ്റർ വിശ്വനാഥൻ. താങ്ക് യു സാർ. ഐ തിങ്ക് എന്റെ ഡ്യൂട്ടി ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്തത് എന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സഹായം കൊണ്ട് മാത്രമാണ്. എനിക്ക് നിങ്ങൾ എങ്ങനെ കോപ്പറേറ്റ് ചെയ്തോ അതുപോലെ മിസ്റ്റർ ചന്ദ്രുവിനെ നിങ്ങൾ സഹായിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഡാളിയ, ഞാൻ നിന്നെ ഒരുപാട് ദിവസമായിട്ട് ചോദിക്കുന്നു, നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊരു ജോലി വാങ്ങിച്ചു തന്നൂടെ? ഞാൻ നിന്നെ പോലെ സമ്പാദിക്കില്ലേ? വീട്ടിൽ അനിയത്തിക്ക് കല്യാണം ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുക. കുറഞ്ഞത് 2 ലക്ഷമെങ്കിലും വേണോടാ. മച്ചു, എന്റെ പണി ഭയങ്കര കഷ്ടപ്പാടുള്ളതാ. എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ഞാൻ ചെയ്യാടാ. ഞാൻ സമ്പാദിക്കുന്നത് വീട്ടിലെ ചെലവിന് തന്നെ തികയുന്നില്ല. ഇപ്പം ചെയ്യുന്ന തൊഴിലിൽ വലിയ ലാഭമൊന്നുമില്ല. എന്തെങ്കിലും ജോലി ഉണ്ടെന്ന് അറിഞ്ഞാലേ വല്ലവരും കടമെങ്കിലും തരും. അളിയ, നിന്നെ കൊണ്ട് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. നീ ഒരുപാട് ദിവസം കൊണ്ട് ചോദിച്ചോണ്ടിരിക്കുക. ചേർത്ത് വിട്ടേക്കാം. ശരി, പക്ഷെ വിശ്വസ്തമായിരിക്കണം. തീർച്ചയായും അളിയ, ഞാൻ ആരെയും ചതിക്കില്ല. ഹലോ. ബൈ. ബായ് കണ്ണു. വെയിറ്റ് ചെയ്യ്. എനിക്കിട്ട് പണിയാൻ നോക്കുവാണ്. എടുത്ത് കടലിൽ കളയടാ. ബായ്. ആ, ആസിഫ് വന്നിട്ടുണ്ട്. വരാൻ പറ. അകത്തേക്ക് വാ. ബൈ. സലാം ബൈ. ബൈ. ഞാൻ ഫോണിൽ പറഞ്ഞായിരുന്നില്ലേ, എൻ്റെ കൂട്ടുകാരനാ.
കുഞ്ഞുനാൾ തൊട്ട് തന്നെ എനിക്കറിയാവുന്നതാ. വീട്ടിലെന്തോ ഒരു പ്രശ്നം. 2 ലക്ഷം രൂപ ആവശ്യമുണ്ട്. പേരെന്താ പറഞ്ഞ? ഷഫീഖ് എന്ന ആ, ഷഫീഖ്. കുറച്ച് റിസ്ക്കുള്ള ജോലിയാ. സർക്കാരിനെ പറ്റിച്ചിട്ടുള്ള പണി തന്നെയാ. പക്ഷെ ശരിക്ക് ചെയ്താ നിനക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടും. പക്ഷെ ചതിച്ചു എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കത്ത് ഞാൻ പള്ളേ കയറ്റും. പിന്നൊരു കാര്യം, പോലീസിലെങ്ങാനും പെട്ട ജീവൻ പോയാലും ആരെയും ഒറ്റിക്കൊടുക്കരുത്. എന്തേ? ചെല്ല്. ശരി. ആ ശരി. ഷഫീഖ്, വീണ്ടും പറയുക, ശരിക്ക് ചെയ്യുവാണെങ്കിൽ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ചെയ്യും. ശരി. ബായ്. പുതിയ ആളല്ലേ, വിശ്വസിക്കാവോ? ഇവനെ വിശ്വസിക്കാം, ഒരിക്കലും ചതിക്കില്ല. അല്ല, വലിയ എമൗണ്ട് അല്ലേ, അതാ. പോലീസിന് നമ്മുടെ പിള്ളേരുടെ അടുത്ത് ഇപ്പോൾ ഒരു കണ്ണാ. അതുകൊണ്ടാ ഇപ്പം നമുക്കൊരു പുതിയൊരാൾ ആവശ്യപ്പെടുന്നു. തുടക്കത്തിൽ എല്ലാവരെയും വിശ്വസിക്കുന്നത് തെറ്റ് തന്നെ. പക്ഷേ ആരെയും വിശ്വസിക്കാതിരിക്കുന്നതും അതിനേക്കാളും വലിയ തെറ്റാ, അല്ലേ? അളിയ, പേടിയായിരിക്കുന്നില്ല. ഇതൊന്നും ശരിയാവില്ല. എടാ, ആദ്യമല്ല അങ്ങനെ തന്നെ ഉണ്ടോ, പിന്നെ എല്ലാം ശരിയായിക്കോളും. ചുമ്മാ പേടിക്കല്ലേ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് നോക്ക്, കുറച്ച് ദിവസം കഴിയുമ്പോൾ നിന്റെ പ്രശ്നം എല്ലാം തന്നെ തീരും. ഇല്ലടാ, വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം. ഹലോ ഷെയർ, പറ. എന്തായി? ശരി, ഞാൻ വരാം. ഇല്ലളിയ, എൻ്റെ കുടുംബത്തിന് ശരിയാവില്ല. ഞാൻ വരട്ടെ. നീ ഇപ്പോൾ വല്ലാത്ത ടെൻഷനില്ല. ഞാൻ വൈകിട്ട് വിളിക്കാം, നീ പോ. മമ്മ, ഞാനും സൈറ ഇഷ്ടത്തില. മാമനെ എങ്ങനെയെങ്കിലും. നീ പറയുന്നതൊക്കെ ശരി തന്നെയാ. പക്ഷെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താ ഞാനെന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരിക? സ്ഥിരമായിട്ടൊരു ജോലിയും ഇല്ല. നിന്റെ അച്ഛൻ്റെ വക വല്ല സ്വത്തും ഉണ്ടോ? അതുമില്ല. പറയാൻ മാത്രം നിനക്ക് എന്തുവാ ഉള്ളത്? ഇന്ന് എൻ്റെ മോള് നിന്നെ ആഗ്രഹിക്കുന്നു വെച്ച് കെട്ടിവെച്ചാലേ നാളെ അവള് കഷ്ടപ്പെടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അല്ല അമ്മാവ, ഞാൻ നോക്കിക്കോളാം. ആ, നീ നോക്കിക്കോളും. അവളെയും നീ നിന്റെ വീട്ടിൽ പാക്കറ്റ് ഒട്ടിക്കാനിരുത്തും. നിന്റെ വീട്ടിലും കെട്ടിക്കാൻ പ്രായത്തിൽ 2 പെൺകുട്ടികളില്ലേ? ആദ്യം അവർക്ക് വല്ലതും ചെയ്യാൻ നോക്ക്. ചെയ്യാൻ പറ്റുമോ നിനക്ക്? എന്റെ മോള് നിന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും ക്ഷമിക്കുന്നത്. ആദ്യം നീ നിന്റെ അനിയത്തിമാരെ കെട്ടിച്ചു വിടാൻ നോക്ക്, പിന്നെ നോക്കാം നമുക്ക്. ശരി അമ്മാവ. ആ, ശരി, നിങ്ങള് പയ്യന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ഇപ്പൊ നമുക്ക് സാധിക്കില്ലെന്ന് പറ. പറഞ്ഞതുപോലെ ചെയ്യേ. ഈ കല്യാണം ഇപ്പൊ നടത്താൻ പറ്റില്ല. അവളുടെ വിധി പോലെയൊക്കെ നടക്കട്ടെ. ഈ ജന്മത്തിൽ ഇവൾക്ക് കല്യാണം നടക്കില്ല. ഇവള് കാരണം ദേ ഇവളുടെ കല്യാണവും നടക്കില്ല. ഞാൻ പറയുന്ന കേക്ക്. ആരുടെ കൂടെയെങ്കിലും ഓടിപ്പോയി കല്യാണം കഴിച്ചോ? അച്ഛൻ കല്യാണം നടത്തിത്തരോ, ഏട്ടൻ കല്യാണം നടത്തിത്തരുന്ന് വിചാരിച്ചാ ഈ ജന്മം നിങ്ങൾ കല്യാണം കഴിക്കില്ല. അമ്മ എന്തിനാ ഇങ്ങനെ പറയുന്നേ? കണ്ടില്ലേ അവള് കരഞ്ഞോണ്ട് പോയത്? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ, ഒന്നിനും പറ്റാത്ത ആണുങ്ങളുള്ളപ്പോ. ചേച്ചി, എന്ത് പറ്റി? ഏട്ടാ, ഒന്ന് ഇങ്ങോട്ട് വാ. ഇവൾ എന്താ ചെയ്യുന്നത് കണ്ടില്ലേ ഏട്ടാ? നോക്ക്, നോക്കേട്ടാ. വാതില് തുറക്ക്. ചേച്ചി, ചേച്ചി, മോനെ എന്താ പറ്റിയത്? ചേച്ചി, ഒന്ന് വാതില് തുറക്ക്. വാതില് തുറക്ക്. നിന്നോട് വേഗം തുറക്ക്. ഏയ് റസിയ. എന്താ പറ്റി? അയ്യോ മോളെ, മോളെ. ചേച്ചി,
എന്തിനാടി ഇങ്ങനെ ചെയ്തത്? ഈ കാല് വെച്ചിട്ട് എന്നെ കൊണ്ട് ഓടിപ്പോവാൻ പറ്റില്ല അമ്മ. അയ്യോ, ഹലോ, ആണോ? ഞാനിതാ ഇപ്പൊ വരാം. കാർത്തികേ, എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചായിരുന്നോ? അതെ ഡോക്ടർ. ഫുഡ് പോയ്സൺ ആയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. മരുന്ന് തരാം, സമയത്തിന് കൊടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. താങ്ക്സ്. ആ ശരിടാ. പതുക്കെ. Are you okay? I'm sorry. It's okay. I'm really sorry. കുഴപ്പമില്ല, നീ വിട്ടേ, നീ കിടന്നോ. ഹലോ കാർത്തികേ, എന്താ ചാൾസ്? നീ എവിടെയാ? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ SRM ട്രാവൽസ് പോയിക്കൊണ്ടിരിക്കുക. ഓ ആണോ? എപ്പോഴാ നാട്ടിലോട്ട് പോന്നെ? നൈറ്റ് 10 o'clock ബസ്. ഓക്കെ, ശരി. അപ്പോഴേ തോന്നി പുതിയ ചെരുപ്പായിരുന്നു, പൊട്ടിപ്പോയി. പുതിയത് മേടിച്ചാലോ? ഇത് മതി. നീ എന്തിനാ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന? എന്റെ കൂടെ തന്നെ നീ എപ്പോഴും. നിന്റെ ലൈഫിനെ കുറിച്ചും ആലോചിക്കണ്ടേ? അതല്ല, നീ എങ്ങോട്ട് പോയാലും ഞാൻ വരും. എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അപ്പൊ നീ ക്രിക്കറ്റ് വിടോ? പറ, നീ ക്രിക്കറ്റ് വിടോ? ക്രിക്കറ്റ് വേണ്ടെന്ന് വെച്ചാ നീ എന്നെ കല്യാണം കഴിക്കോ? ഇത് കൊണ്ടുപോയി കറി വെക്കും. സലാം ഭായ്. ആ സലാം, ഇരിക്കൂ. ഷഫീഖ്, ഇപ്രാവശ്യം സാധനം മാറ്റേണ്ടത് നീയാ. ശരി ഭായ്. 8 കോടിയുടെ സാധനമാണ്, വളരെ സൂക്ഷിക്കണം. ശരി ഭായ്. പോലീസിനാണെങ്കിൽ നമ്മുടെ പിള്ളേരുടെ പുറത്തൊരു കണ്ണുണ്ട്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നീ പോകുന്നത്. ശരി ഭായ്. നാളെ ഞാൻ നിന്നെ വിളിക്കുന്നുണ്ട്. എപ്പോഴാ വന്ന് പൈസ മേടിക്കണ്ടേ, എവിടെ പോയി സാധനം മാറ്റണമെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. നമ്മുടെ പിള്ളേരിൽ ആരോ ഒരുത്തനെ പോലീസിനോട് ഒറ്റിക്കൊടുക്കുന്നത്. അവനെ ആദ്യം തീർക്കണം. അനിയത്തിക്ക് നിക്കാഹാണെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇന്നാ ഇത് ചെലവിന് വെച്ചോളൂ. കഴിച്ചിട്ട് പോയാൽ മതി. ആ ഷഫീഖ്, സാധനം മേടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ശരി.
വരൂ അങ്കിൾ. സുഖം തന്നെയല്ലേ? ആ സുഖം മോളെ. മൂത്ത മോളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുക. സുഖല്ലേ ചേട്ടാ? സുഖാണ് മോളെ, നിനക്ക് സുഖമാണ്? നന്നായിരിക്കുന്നു. സുഖാണോ അങ്കിൾ? അമ്മേ 2 കോഫിയും കൂടിയും. ജോലിയൊക്കെ എങ്ങനെ പോണു അങ്കിൾ? വലിയ കുഴപ്പമൊന്നുമില്ല. ആർക്കാ 2 കാപ്പി? ഓ നിങ്ങളായിരുന്നോ? സുഖം തന്നെയല്ലേ? വീട്ടിലെല്ലാവർക്കും ആ സുഖാണോ? എല്ലാവർക്കും സുഖം തന്നെയാ. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. ചേട്ടാ ഇപ്പൊ എവിടെയാ ജോലി ചെയ്യുന്നത്? ഹാർബറിലാ മോളെ. ഓക്കെ. കേശവാ, ആദ്യത്തെ കുറി നിനക്കാ തരുന്നത്. എല്ലാരും കല്യാണത്തിന് വരണം. ആരും വരാതിരിക്കരുത്, മനസ്സിലായല്ലോ? തീർച്ചയായും. ഞാൻ ഇറങ്ങ, ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. ശരി. ശരിടാ, ഞാൻ പിന്നെ വന്ന് തന്നെ കാണാം. വരട്ടെ അങ്കിൾ, വരട്ടെ കാർത്തികേ. ആന്റി ഞങ്ങൾ ഇറങ്ങാം. ആ. ആ പറയ് സഞ്ജയ്. ബൈ ഡയമണ്ട്സ്. സാധനം ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് എൻ്റെ അടുത്തെത്തും. നാളെ കാലത്ത് നിന്റെ കയ്യിലുണ്ടാവും അത്. വേഗം വേണം ബൈ. തന്നത് ഓഫീസിലെ പണോ? മാനേജർക്കാണെങ്കിൽ ഇപ്പൊ തന്നെ ഞങ്ങളുടെ മേലെ സംശയമാണ്. സാധനം കാണിച്ചു വേണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ. നീ പേടിക്കണ്ടടാ, ഒക്കെ ശരിയായിട്ട് തന്നെ. ഓക്കെ ബൈ. വാ. എന്താ പറഞ്ഞത്? നാളെ കൺഫേം ആയിട്ട് തരാന്ന. ഈ ഡയമണ്ട്സിനെ കാണിച്ചു വേണം വിശ്വനാഥിന്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ. ഷഫീഖ്, ഈ പണവുമായിട്ട് നീ മാർക്കറ്റിലേക്ക് പോകണം. ശരി ബൈ. അവിടെ ഈ വണ്ടി നമ്പറിൽ 2 പേരുണ്ടാവും. അവന്മാരുടെ അടുത്ത് ഈ പണം കൊടുത്തിട്ട് ഡയമണ്ട് മേടിച്ചോണ്ട് വാ. നേരെ ഇങ്ങോട്ട് വരണം. ശരി ബൈ. ആ സൂക്ഷിക്കണം. ചെല്ലേ. എന്താടാ, എന്ത് പറ്റി? ഒരു വല്ലായ്മ? പേടിയാവുന്നടാ. നീ ഒന്നും പേടിക്കണ്ടടാ. ഇപ്രാവശ്യം നിന്റെ കൂടെ ഞാൻ വരാം. എന്താ? ശരി. മച്ചു, ഹെഡ്ഫോൺ ഇട്ടോ. ഫോൺ നീ കട്ട് ചെയ്യണ്ട. ശരി. എന്തിനാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ശരി. മാർക്കറ്റിൽ ഒരു വണ്ടി ഉണ്ടാവും. അവരെടുത്ത് കൊടുത്ത് സാധനം മാറ്റിയാൽ മതി. ശരിടാ. മനസ്സിലായല്ലോ? എന്നാ പിടിക്കേ. മച്ചു, വണ്ടി എടുക്കടാ. അച്ഛൻ നല്ലപോലെ ശ്രദ്ധിക്കണേ. അമ്മ പറയുന്ന ഒക്കെ കേൾക്കണം. ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ. വരട്ടെ അമ്മേ. ഇവിടെയോ? അതേടാ, തിരക്കുള്ള സ്ഥലമാകുമ്പോ ആർക്ക് സംശയം ഉണ്ടാവില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ശരി. സൂക്ഷിക്കണം. ശരി, ഞാൻ വരട്ടെ. നീ കുറച്ച് മുന്നോട്ട് പോ. മച്ചോ, പോലീസുകാർ മണത്തൂന്നാ തോന്നുന്നത്. നീ സൂക്ഷിക്കണം. നിക്കുന്നുണ്ടല്ലോടാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ അവരെ നോക്കാതെ അങ്ങ് പോയാ മതി. മച്ചു, പോലീസിന് ആരെ ഒറ്റയെന്നാ തോന്നുന്നത്. നീ ഇവിടെ നിൽക്കണ്ട. അവിടെ നടന്ന് നേരെ ബസ് സ്റ്റാൻഡ് പിറകിലേക്ക് വാ. വേഗം വാ. ശരിടാ. ആ വണ്ടി കുറച്ച് മുമ്പിലുണ്ടാവും. നീ പോയി സാധനം മാറ്റിക്കോ. വേഗം. ഞാൻ എവിടെ പോയാലും വരുന്നതാണല്ലോ. ഇനി എവിടെയെങ്ങാനും ഉണ്ടായിരിക്കോ?
ചേട്ടാ ബസ് എപ്പോ തിരിക്കും? ആ 1/4 മണിക്കൂർ ആവും. ശരി ചേട്ടാ, ഫോൺ ചെയ്ത് നോക്കാം. ഹലോ, എവിടെയാണ്? ഞാൻ ചെന്നൈയിലാ. ഓ എന്താ കാര്യം? ഇല്ല, ഒന്നുമില്ല. പറയാം. ശരി, വെക്കാണ്. ബൈ. ശരി. അവനിങ്ങോട്ടാണ് പോയത്. അതെ സർ. സാധനം വെച്ചു, പക്ഷെ പോലീസ് പുറകെയുണ്ട്. നീ അവിടുന്ന് വേഗം വിട്ടോ. അവന്മാരുടെ കയ്യിൽ പെടരുത്. സാധനം കയ്യിൽ പോകാൻ നോക്കണം. അവനല്ലേ? അവിടെ നിൽക്കടാ. അപ്പുറത്ത് നോക്കിക്കേ. ശരി സർ. ചേട്ടാ, ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതാ കാർത്തികേ, ഇത് നിന്റെ കൈ വെച്ചോ, ഞാൻ വീട്ടിൽ വന്ന് വാങ്ങിച്ചോളാം. ചേട്ടാ, ഞാൻ ചെന്നൈ പോവാണ്. അകത്ത് കയറി നോക്കിയേ. ഇല്ല സർ. സാർ, ആള് മിസ്സായി. ചുവന്ന തൊപ്പിയും സ്ട്രൈപ്സ് ഉള്ള ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. മാഡം, ചിപ്സ് മാഡം. ഫ്രീയാ മാഡം. എനിക്ക് വേണ്ട. സർ, ഇതെന്റെ ഫ്രണ്ടാണ്. ഒന്ന് സീറ്റ് മാറി പുറകിലിരിക്കുമോ? ചെന്നൈ തന്നെ നിന്നാ മതിയായിരുന്നു. സർ, ഇയാളെന്റെ ഫ്രണ്ടാണ്. ഒന്ന് അവിടെ പോയിരിക്കാമോ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ശരി മോളെ. എടാ, താങ്ക്സ്. സാറേ, ഇത് അവനെ പോലല്ലേ? അവനാണോ അത്? അനിയാ, ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാടാ. എന്നെയാണോ സർ? നിന്നെ തന്നെ. ഇങ്ങോട്ട് വാ.
സാർ ഇവിടെ എന്ത് ചെയ്യുവാ? പച്ചക്കറി വാങ്ങാൻ വന്നതാ. കള്ളം പറയരുത്. നീയല്ലേ ഞങ്ങളെ കണ്ട ഓടിയത്? ഞാനല്ല സാർ, ഞാൻ മാർക്കറ്റ് വന്നതാ. ഡാ, നീ അവനൊന്ന് എന്നെ check കണ്ട് ചെയ്തേ. ഓടിയായിരുന്നില്ലേ? ഇല്ല സാർ, ഞാനല്ല. ചെക്ക് ചെയ്യാൻ. കൈ പൊക്കടാ. ഒന്നുമില്ലേ? ഒന്നും ഇല്ലല്ലോ സാറേ. ഇപ്പൊ എന്ത് ചെയ്യാനാ? നമുക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സംശയ കേസാണെന്ന് പറഞ്ഞ് സാറിനോട് കാണിക്കാം. ശരി, വാ. വേറെ എന്ത് ചെയ്യാനാ? സ്റ്റേഷനിലോട്ട് ഒന്ന് ഒരു ഒപ്പിട്ടിട്ട് പോ. സാർ ഞാൻ എന്തിനാ വരണ്ടേ? ഞാൻ ഒന്നും പേടിക്കണ്ട, ഒരു ചെയ്തില്ല. ഒപ്പിട്ടാ മതി. ഇടേ നീ ചുമ്മാ സാർ, ഞാൻ- ഒന്ന് ഒരു ഒപ്പിട്ടിട്ട് പോയാ മതി. അത് വാ, ഒന്ന് വാടേ. ഇവിടെ ഒരു മറുകുണ്ട്, പിന്നെ ഇവിടെ ഒരു തഴമ്പുണ്ട്. എന്താടാ, വല്ല വഴക്കമുണ്ടായോ? സാർ ഇല്ല സാർ, ആക്സിഡന്റ് ആയതാ. കൈ പൊക്കടാ. ആരെ ബ്ലൈൻഡിട്ട് കയറി വല്ല ഉണ്ടല്ലോടാ? സാർ ഇല്ല സാർ, ഒരിക്കൽ വണ്ടിയിൽ നിന്ന് വീണതാ. സാർ ഞാൻ പൊയ്ക്കോട്ടെ സാർ. നിക്കടോ, നാളെ ഇൻസ്പെക്ടർ വരും, കണ്ടിട്ട് പോയാ മതി. സാർ ഒരുപാട് ജോലിയുണ്ട് സാർ. എന്ത് ജോലിയാ നീ ചെയ്യുന്നത്? സാർ ബാറിലെ മിക്സറും ചിപ്സൊക്കെ സപ്ലൈ ചെയ്യുന്ന പണിയാണ് സാർ. നീ മിച്ചറും ചിപ്സും കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഉള്ള മറന്ന് കുടിക്കില്ലേടേ. പോയിരിക്കടാ, സാറിനെ കണ്ടിട്ട് പോയാ മതി. ഇതാ ചേട്ടാ. കാർത്തികേ, ആ നമുക്ക് കല്യാണം കഴിച്ചാലോ? ആദ്യം നിന്റെ അമ്മ സമ്മതിക്കാമെന്ന് നോക്കാം. അപ്പൊ നീ ഓക്കെ ആണോ? അവരെന്താ പറയുന്നതെന്ന് നോക്കാം. നീ ഓക്കെ പറഞ്ഞില്ലേ, അത് തന്നെ ഒരു വലിയ കാര്യം. അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിച്ചല്ലോ. അമ്മയെ കാണാൻ ഇപ്പൊ പോയാലോ? ഇപ്പോഴോ? ഞാൻ പോയി റെഡി ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോവാം. ശരി. ഉം. One second, ദാ വരുന്നു. ഇന്നൊരു ദിവസം നമുക്ക് ബൈക്കിൽ പോവാം. നിനക്ക് കുഴപ്പമില്ലല്ലോ? ഉം. ഒരു കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടരുത്. എന്ത് പറ്റി? ആ പൂവൊന്ന് എടുത്ത് കളയോ? അതെന്താ? അല്ല, ഈ ശീലങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യണേ. ഇതും വേണ്ടേ? വേണ്ട. കാർത്തിക്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എന്താ ഇത്? അമ്മേ, കാർത്തിക. ഉം. അമ്മേ, ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ? നീ ക്രിസ്ത്യാനിയാണോ? അല്ല ആന്റി, ഹിന്ദു ആണ്. അമ്മേ, ഞാനന്ന് പറഞ്ഞില്ലേ, അവള് ഹിന്ദുവാണ്. എനിക്കറിയാം മോളെ, ഞാൻ ചോദിക്കാൻ പാടില്ലേ? നീ പൊട്ടും പൂവും ഒന്നും ഉപയോഗിക്കാറില്ലേ? വെക്കാറുണ്ട് ആന്റി. ഇന്ന് ആന്റീനെ കാണാൻ വരുന്നതുകൊണ്ട് ചാൾസ വേണ്ടെന്ന് പറഞ്ഞു. ചാൾസ് എന്നോട് എല്ലാം പറഞ്ഞു. അവന്റെ ആഗ്രഹപ്രകാരമേ ഞാൻ നടക്കാറുള്ളൂ. പഠിപ്പിലും ക്രിക്കറ്റിലും എല്ലാറ്റിലും.
പക്ഷേ കല്യാണം, ഞാൻ തുറന്നു പറയുക, ഞങ്ങള് ക്രിസ്ത്യാനികളാ. ഞങ്ങളുടെ രീതികളും നിങ്ങളുടെ രീതികളും വെവ്വേറെയാണ്. ഞാൻ ദിവസവും പള്ളിയിൽ പോകും. എന്റെ മനസ്സിൽ എപ്പോഴും ജീസസ് ആയിരിക്കും. ചാൾസും എന്നെ പോലെ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാ ഇപ്പൊ എനിക്ക് പേടിയാവുന്നു. ക്രിക്കറ്റ് മാത്രം മതിയെന്ന് കരുതിയതാ. എന്നാ ഇപ്പൊ നീ പറഞ്ഞതുകൊണ്ട് അവൻ ജോലിക്ക് പോകണമെന്ന് പറയുന്നു. ഇപ്പൊ തന്നെ അവൻ നിന്നെയാണ് അനുസരിക്കുന്നത്. ഭാവിയിൽ അവൻ എല്ലാം നിന്നെ പോലെയായി മാറിയാൽ? ഇവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവനാണ് എന്റെ ലോകം. ഇവന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇപ്പൊ നീ ഇടയ്ക്ക് കയറി വരുന്നത് ന്യായമാണോ? നീ തന്നെ പറ മോളെ. കറക്റ്റാണ് ആന്റി. അമ്മ എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പെർമിഷൻ ചോദിക്കാൻ വന്നപ്പോ. പെർമിഷനോ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞാ നീ ഇവളെ വിട്ടുകളയുമോ? എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു. ഇനിയല്ല നിങ്ങളുടെ ഇഷ്ടം. എന്നെ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. എനിക്ക് മനസ്സിലായ ആന്റി. ഞാൻ വരട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക്സ് ആന്റി. ആന്റിയോട് എനിക്ക് ബഹുമാനമുണ്ട്. ആന്റിയെ കഷ്ടപ്പെടുത്തിയതിന് സോറി. ഇനി മുതൽ നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഷുവറായിട്ട് ഞാൻ വരില്ല. വരട്ടെ ആന്റി. ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. പോ. കാർത്തികേ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഒരു മിനിറ്റ് നിൽക്ക്. ഐ എം സോറി. ഇതാണ് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞത്. നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല. ഇതോടെ എല്ലാം വിട്ടേക്കാം. യോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ അമ്മയെ കൺവിൻസ് ചെയ്തോളാം. അമ്മയുടെ കാര്യം വിട്ടേക്ക്. ആദ്യം നീ നന്നാവ്. എന്റെ അടുത്തൊന്നും അവരുടെ അടുത്തും വേറെ ഒന്നും എന്തിനാ സംസാരിക്കുന്നത്? എന്തിനാ ഈ അഭിനയം? ജീവിതകാലം മുഴുവൻ നീ ഇങ്ങനെ അഭിനയിക്കോ? നീ അങ്ങനെ ഇരുന്നാലും എന്നെ കൊണ്ടത് പറ്റില്ല. ഞാനായിട്ട് മാത്രമേ ജീവിക്കൂ. നീ മാറേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് വേണ്ടി പ്ലീസ് എന്റെ അമ്മയെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. എത്ര നാളത്തേക്ക്? എനിക്ക് ജീവിതത്തിൽ ഈ ടെൻഷൻ ഒന്നും വേണ്ട. ഇതെന്നും ഒരു പ്രശ്നം തന്നെയായിരിക്കും. ഇനി നമ്മൾ ഒരിക്കലും മീറ്റ് ചെയ്യാൻ പോകുന്നില്ല. ശരി, നീ ഇപ്പൊ ദേഷ്യത്തിലാ. ഞാൻ നിന്നോട് പിന്നെ സംസാരിക്കാം. നീ എപ്പ വന്നാലും ഇതാണ് എന്റെ തീരുമാനം. എല്ലാ പ്രശ്നങ്ങളും ശരിയാവുമെന്ന് വിചാരിച്ചു. ഞാനിപ്പോ എന്താ ചെയ്യാ? അമ്മയാണെങ്കി ഇങ്ങനെ, അവളാണെങ്കി അങ്ങനെ. ശരി കള, ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാ, കാർത്തികേ, 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 ഒരു മിനിറ്റ് നിന്നൂടെ? കാർത്തികേ, വൈകുന്നേരം നീ വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അതേടോ സർ, വീട്ടിൽ ചെറിയ പ്രശ്നം. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്റ്റേഷനിലേക്ക് വരുന്നതന്നെ. ഞാൻ പിന്നെ വിളിക്കാം. ആരായത്? സംശയ കേസാണ് സർ. സാധനം എന്തെങ്കിലും കിട്ടിയായിരുന്നോ? സാധനമൊന്നും കിട്ടിയില്ല സർ. പിന്നെ ഇവനെ വെച്ചെന്താ നാക്ക് കഴിക്കാൻ പറ്റുമോ? അഡ്രസ്സ് വാങ്ങിച്ചിട്ട് അങ്ങ് അയച്ചേക്ക്. കേസ് കിട്ടിയില്ലെങ്കിൽ വഴി പോകുന്നതിനൊക്കെ വിളിച്ചോണ്ട് വന്നോളൂ. ആ, സാറ് പറഞ്ഞത് കേട്ടില്ലേ? പൊയ്ക്കോ. ശരി സർ. ഇതിനകത്തെന്താ വെള്ളമല്ലേ? എന്താ വരുന്നത് സർ?
ഹലോ, ഹലോ കാർത്തിക്, ഞാൻ ഷഫീഖാണ്. പറയേട്ടാ. അന്ന് ബസ്സിൽ ഞാനൊരു ബോക്സ് തന്നില്ലേ, അത് നിന്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യേ, നോക്കട്ടെ. ആ, അതെന്റെ കയ്യിലുണ്ട്. അത് പിന്നെ അന്ന് വേറൊരു പ്രശ്നമായിട്ട് പോയതാ. നിന്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഞാനിതെന്നാ കൊറിയർ ചെയ്യട്ടെ? വേണ്ട വേണ്ട വേണ്ട, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാ. ഞാൻ തന്നെ വന്ന് വാങ്ങിച്ചോളാം. ശരി ഏട്ടാ. ഞാൻ ഇന്ന് തന്നെ പുറപ്പെടുകയാണ്. നാളെ കാലത്ത് അവിടെ എത്തും. നിന്റെ അഡ്രസ് ഒന്ന് തരാമോ? രാവിലെയാണോ? അപ്പൊ ഞാൻ എന്റെ ഓഫീസ് അഡ്രസ് തരാം. ആ ശരി മോളെ, നിന്റെ ഓഫീസ് അഡ്രസ് തന്നാ മതി. 31 സിറ്റി കോർണർ അടയാർ. 31 സിറ്റി കോർണർ അടയാർ അല്ലേ? ഞാൻ അവിടെ ഒന്ന് ഫോൺ ചെയ്യാം മോളെ. സൂക്ഷിച്ചു വെച്ചോണേ. ഓക്കെ ചേട്ടാ, ബൈ. ഷഫീഖ് എവിടെ? എന്താ ഇത്? ചോദിച്ചത് വന്നടാ. ജീവിച്ചിരിക്കില്ലേ നീ? അപ്പുറം നോക്കടാ. എടി, നീ ഇങ്ങനെ കഴിച്ചോണ്ടിരുന്ന പാക്ക് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല. എടാ, എന്താടാ 2 ദിവസമായിട്ട് നീ എവിടെയായിരുന്നു? ഫോൺ ചെയ്താലും നിന്നെ കിട്ടുന്നില്ല. 2 ദിവസമായിട്ട് ഒരുപാട് പണിയാ. ഫോണാണെങ്കിൽ വർക്ക് ചെയ്യുന്നുമില്ല. കുടിക്കാൻ കുറച്ച് വെള്ളം തന്നെ. ഉം. ഉപ്പയോടമ്മേ? എന്താടാ, നീ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞ ഹാസിഫ് കൂട്ടിക്കൊണ്ട് പോയി. അതെ അതെ, ഞാനാ ഒരു പണിയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഏയ് അങ്ങനെയൊന്നുമില്ല, ഒരു ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. ശരി, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഞങ്ങളിപ്പോ വരും. വേഗം വരാൻ നോക്ക്. ഹലോ ഉപ്പ. ഞാൻ ഫൗസാനാണ് സംസാരിക്കുന്നത്. ബായ്. എന്താ ഷഫീഖ് ഇങ്ങനെ ചെയ്തല്ലോ നീ? ഡയമണ്ടുമായിട്ട് നേരെ ഇങ്ങോട്ട് വാ. ഭായ് ഇല്ല ഭായ്, ഞാൻ തീർച്ചയായിട്ടും വരാം. പക്ഷെ എന്റെ ഉപ്പയെ ഒന്നും. നിന്റെ ഉപ്പ ഇവിടെ തന്നെ ഉണ്ട്, പേടിക്കണ്ട. നിന്റെ ഉപ്പയ്ക്ക് ഒന്നും സംഭവിക്കരുതെന്നുണ്ടെങ്കിൽ സാധനമായിട്ട് നേരെ ഇങ്ങോട്ട് വാ. എന്റെ ഉപ്പയെ ഒന്നും ചെയ്യില്ലേ ഭായ്, ഞാൻ വന്നേക്കാം ഭായ്, ഉടനെ വന്നേക്കാം ഭായ്. എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലോ ആരെങ്കിലും കാണുവാണെങ്കിലോ നിന്റെ ഉപ്പയെ ഓർത്താ മതി. ഇല്ല ഭായ്, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. ഇവിടെ ഇരുന്നാൽ അവൻ എന്നെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കാണെങ്കിൽ അവൻ ഇനി ഫേസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം തന്നു കഴിഞ്ഞു. ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രിക്കുള്ളിൽ നിങ്ങൾ അക്കൗണ്ട്സ് തന്നില്ലെങ്കിൽ എനിക്ക് ബോസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും. കെയർഫുൾ അല്ലേ ചന്ദ്രു? ഓക്കെ സർ. ഇത് മാത്രമല്ല. എക്സ്ക്യൂസ് മീ സർ. യെസ്, കമിൻ. എന്താ കാര്യം? പ്ലീസ് ആക്സെപ്റ്റ് മൈ റെസിഗ്നേഷൻ. റെസിഗ്നേഷനോ? എന്ത് പറ്റി? ഫാമിലി പ്രോബ്ലം സർ. പോവാൻ തീരുമാനിച്ചതല്ലേ, ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എപ്പോഴാ റിലീവ് ആവുന്നത്? നാളെ സർ. നാളെയോ? കമ്പനിയുടെ റൂൾസ് അറിയില്ല നിങ്ങൾക്ക്? ഒന്നുകിൽ 2 മാസം മുമ്പേ അറിയിക്കണമായിരുന്നു, ഇല്ലെങ്കിൽ 2 മാസത്തെ പേയ്മെന്റ് കട്ടാവും. കുഴപ്പമില്ലേ? അത് സാരില്ല സർ. പിന്നെന്തിനാ നാളെ ആക്കുന്നത്? ഇന്ന് തന്നെ HR പോയി കണ്ടിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് ഫയലൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോകണം. ചെന്ന് കണ്ടോ. സോറി സർ. താങ്ക് യു സർ.
ബായ് സാധനം എവിടെ? ബായ് ഇല്ല ബായ്, ഞാൻ സാധനം മാറ്റുമ്പോ പെട്ടെന്ന് പോലീസ് വന്നു. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എനിക്ക് അറിഞ്ഞ പെൺകുട്ടി മദ്രാസ് ബസ്സിലുണ്ടായിരുന്നു. സാധനം എവിടെ? അവളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുക. ബായ് അവളെ ഞാൻ കഴിവാണ് മോനെ, സാധനം എവിടെ കഥ പറയണം നീ. ബായ് 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 സത്യമാണ് ബായ്, സാധനം എവിടെ? ബായ് ബായ് വിശ്വസിക്കൂ ബായ്, ഞാൻ സത്യമാണ് പറയുന്നത്. ആ പെണ്ണിന്റെ അടുത്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, എന്നെ വിശ്വസിക്കൂ ബായ്. വിശ്വസിക്കണോ? ഞാൻ സത്യമാണ് പറയുന്നത് ബായ്. വിളിച്ചോണ്ട് വാടാ അവനെ. ബായ് വേണ്ട ബായ്. വാടാ. എടാ പന്നി, ഇവൻ ചെന്ന് പോലീസിനോട് ഇൻഫോം ചെയ്തു. അവിടെയുള്ള എന്റെ ആളോ എനിക്ക് ഇൻഫോം ചെയ്തു. എനിക്കെന്താ തോന്നുന്നു വെച്ചാ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ ഡയമണ്ട് അടിച്ചു മാറ്റി. ബായ് അതിന് ഇവന് ഒരു ബന്ധമില്ല ബായ്, അവനെ വിട്ടേക്കണം ബായ്. ഞാനാണ് ആ പെണ്ണിനെ അറിയുന്നത്. അവനെ നിനക്കും അറിയില്ല. ബായ് ബായ് അവനൊന്നും ചെയ്യില്ല, അവനൊന്നും ചെയ്യരുത് ബായ് 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 ബായ്. നിങ്ങൾ കാല് പിടിച്ച് കേൾക്കാം, അവനൊന്നും ചെയ്യില്ലേ ബായ്. എനിക്ക് ഒരു ദിവസം സമയം തന്നാ മതി. അല്ലാഹു ആണ് സത്യം, ഞാൻ കൊണ്ടുവരാം ബായ് ബായ് ബായ്. സത്യമായിട്ട് ഞാൻ കൊണ്ടുവരാം ബായ്. അവനൊന്നും ചെയ്യില്ല, അവനൊന്നും ചെയ്യില്ലേ ബായ്, ഞാൻ കൊണ്ടുവന്നേക്കാം. ഭാസ്കര, ഇവൻ എവിടെ പോണെന്ന് പറയുന്ന അങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷെ നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിന്റെ കയ്യിൽ സാധനം കിട്ടിയെന്ന് എനിക്ക് ഫോൺ വരണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് തന്നായിരിക്കോടാ നിന്റെ ഉപ്പയ്ക്കും. ഓടാ ഷഫീഖ്, വല്ല കളിയും കളിക്കാൻ ശ്രമിച്ച അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഓ ഹലോ. കാർത്തികേയ, ബോക്സ് നിന്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? അയ്യോ ഉണ്ട് ചേട്ടാ, വന്ന് വാങ്ങിക്കോ. ശരി മോളെ, ഓക്കെ. ഇതെന്താണോ ഇത്ര വലിയ സംഭവം? കാർത്തികേ, ആ? എന്താടി എന്നെ കണ്ടപ്പോ നീ ഒളിച്ചു വെച്ചെന്താ? ആ, ഡയമണ്ട് ആണോ ഒളിച്ചു വെച്ചത്? ഏയ് ടെൻഷൻ ആവാതിരിക്കേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എന്താടി നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്?
ചേട്ടാ എന്റെ ഫ്രണ്ട് അകത്തുണ്ട്. എല്ലാവരും പോയല്ലോ മോനെ. ഇല്ല ചേട്ടാ, അവൾ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴല്ലേ മോനെ ഞാൻ ചെക്ക് ചെയ്തിട്ട് വന്നത്. ഇല്ല ചേട്ടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇതിന്റെ പുറകില് വേറൊരു വഴിയുണ്ട്, ചിലപ്പോ അതുവഴി പോയി കാണും. ചെന്ന് നോക്ക്. ശരി. ഫോണ് കയ്യിലുണ്ടല്ലോ, വിളിച്ചൊന്ന് നോക്കിക്കൂടെ? മൊബൈലും കയ്യിൽ വെച്ചോണ്ടാണ് എന്നോട് ചോദിക്കുന്നത്. ചേട്ടാ ഒക്കെ ക്ലോസ് ചെയ്തോ? ആ എല്ലാം ക്ലോസ് ചെയ്തു സർ. ഗ്രൗണ്ട് ഫ്ലോർ ഒക്കെ ക്ലോസ് ചെയ്തു, ഇനി പാർക്കിംഗ് മാത്രമേ ഉള്ളൂ. പാർക്കിംഗ് ഒക്കെ ഞാൻ നോക്കിയതാ. പിന്നെ അളിയനൊരു ഫോറിൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിച്ചാലോ? ചേട്ടാ, സെക്യൂരിറ്റി ചേട്ടാ. ടെറമ്പ്. അവന്റെ ഒരു കാര്യം, നീ അവിടെ ഇരിയടാ, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. സെക്യൂരിറ്റി ചേട്ടാ. ചേട്ടാ ചേട്ടാ, ഒരു കാര്യം. എന്തുവാടോ? ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു, സ്വിച്ച് ഓഫ് ആണ്. അപ്പുറത്ത് ഞാൻ നോക്കി, ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ചെറിയ പണക്കത്തിലാ. അതുകൊണ്ടായിരിക്കും അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. എനിക്ക് വേണ്ടി അവൾ അകത്തുണ്ടോന്ന് ഒന്നുകൂടെ നോക്കൂ. 2-3 വഴിയുണ്ടോ, ഏതേലും വഴിയിൽ പോയി കാണൂടോ. വീട്ടിൽ ചെന്ന് നോക്കടേ, ചുമ്മാ മനുഷ്യരെ ശല്യപ്പെടുത്താനായിട്ട്. എനിക്ക് ഉള്ളിൽ ഒരുപാട് ജോലിയുള്ളതാ, വന്നിരിക്കുന്ന സമയം കളയാനായിട്ട്. ഇനി അവള് വീട്ടിൽ പോയി കാണുമോ? Security! 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 നോ സഞ്ജയ്, നീ പറയുന്നൊന്നും കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഐ നീഡ് ഓൺലി പെർഫെക്റ്റ് അക്കൗണ്ട്സ്. അല്ലെങ്കിൽ നീ ബോസിനോട് സംസാരിക്കേ. അല്ലേ ചന്ദ്ര, ഇതിൽ ഞാൻ എന്ത് ചെയ്യാനാ?
സർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്റെ ഫ്യൂച്ചർ തന്നെ സ്പോയിൽ ആവും സർ. സാർ 3 ദിവസം കഴിയുമ്പോൾ പുറത്തു പോകാൻ പോവല്ലേ, പിന്നെ എല്ലാം അവൻ തന്നെയല്ലേ, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം സർ. വാട്ട് ഡു യു മീൻ? എന്തുവാ ഞങ്ങളെന്ന് പറയുന്നത്? അദ്ദേഹം നിങ്ങൾക്ക് ഇൻചാർജ് ആയിട്ട് വരേണ്ട ആളാ. അദ്ദേഹത്തിന് എന്തിനാ ഈ കളി ചേർക്കുന്നത്? അല്ലേ ചന്ദ്ര, നിങ്ങൾക്ക് എന്താ ഇവനോടൊന്ന് പറഞ്ഞൂടെ? എന്തുവാ ഇവിടെ നടക്കുന്നത്? സാർ ഒരാഴ്ച കൊണ്ട് പോകാൻ പോവല്ലേ, പിന്നെ അക്കൗണ്ട്സ് എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം, സാർ വിഷമിക്കണ്ട. വാട്ട്? എന്താ ചന്ദ്ര, നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടോ? ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ തന്നെ 8 കോടിയാണ് പറ്റിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇൻചാർജ് ആയിട്ട് വന്നാലേ കമ്പനി തന്നെ പൂട്ടേണ്ടി വരും. ഞാൻ ഇപ്പൊ തന്നെ ബോസിനെ വിളിക്കാൻ പോവാ. വിടാനാ പറഞ്ഞത്? നോ ഇഡിയോട്ടിക് സെന്റിമെന്റ്സ്. വിടാൻ, എന്റെ കയ്യിൽ നിന്ന് വിടാൻ. ഓക്കെ സാർ, ഇപ്പൊ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. കൈവിടോ, കൈവിടാൻ. എന്തോ ചെയ്യുന്നത്? കൈവിടാനാ പറഞ്ഞത്. ഞാൻ പോലീസിന്റെ അടുത്ത് പോകും. എത്ര പ്രാവശ്യം നിന്റെ കാല് പിടിച്ച് ഈ കമ്പനി എന്താ നിന്റെ തറവാട് സ്വത്താ? ഇതിനു മുമ്പ് ഇൻചാർജ് ആയിരുന്നില്ല ഗണേഷ്, അവന് നിന്നെ പോലെ റൂൾസ് ഒക്കെ പറഞ്ഞതാ. എത്ര പേരാണ് ഞങ്ങൾ കൊല്ലേണ്ട? മര്യാദക്ക് ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ചത്തിലൂടെ പന്നി. ഒരു അവശലത എത്ര പേര് വെച്ചാൽ ആദ്യം അവനെ ക്ലിയർ ചെയ്യാം. എല്ലാം കണ്ടല്ലേ? ഇല്ല സർ, ഞാൻ ആരോടൊന്നും പറയില്ല സർ. പ്ലീസ് സർ. എത്ര പേരെന്ന് വെച്ചാ ഞങ്ങളും കൊല്ലുക? ഞാൻ എന്നെ ജോലി വിട്ടു പോവാണ് സർ. പ്ലീസ് സർ, ഞാൻ ആരോടൊന്നും പറയില്ല സർ. എവിടെ അവള്? ഓടിപ്പോയി. വാ. തോ പോന്നോള്. ഹായ് ചാൾസ്. ഹായ്. കാർത്തിക എത്തിയോ? ഇല്ലല്ലോ, ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓഫീസിൽ പോയപ്പോൾ അവളവിടെ ഇല്ലായിരുന്നു. ഫോണ് നോട്ട് റീച്ചബിളാ. നാട്ടിലോട്ട് വല്ലതും പോയോ? ഇല്ല, അവളുടെ സാധനങ്ങളൊക്കെ ഇവിടെയാ. ശരി, അവൾ എത്തിയാലൊന്ന് ഫോൺ ചെയ്യാൻ പറയണം. ഓക്കെ, ഞാൻ തീർച്ചയായും പറയാം. ശരി, ബൈ. നീ എങ്ങോട്ട് പോയാലും ഞാൻ വരും. ഞാൻ മരിച്ചാ വരില്ലല്ലോ നീ. ഞാൻ മരിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ മരിച്ചിട്ട് കൂടെ തന്നെ വരും. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവളെ പിടിച്ച് അവന്റെ കൂടെ ചേർത്ത് പുതയ്ക്കണം. അവള് രക്ഷപ്പെട്ട കാര്യങ്ങൾ മൊത്തം പുറത്തറിയും. ശരിയാ, നീ വാ പോ. ഈ ബിൽഡിംഗിലെ സകല ഡോറും ലോക്കില. അവൾ എന്ത് നില വിളിച്ചാൽ ആർക്കും കേൾക്കില്ല. വെളുക്കോളും ആരകത്തും വരില്ല.
ഈ ബിൽഡിങ്ങിലുള്ള എല്ലാ ഫോൺ കണക്ഷൻ കട്ട് ചെയ്യണം. അവൾ അകത്തുനിന്ന് ആരെയും വിളിക്കാൻ പാടില്ല. ലൈറ്റ് എന്താ ഓഫായ? പറഞ്ഞോ സജയ്. ചേട്ടാ പുറകില് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. ആരും എന്നെ വിളിച്ച പോലെ തോന്നി ചേട്ടാ. ഒന്ന് വരും, നമുക്ക് നോക്കാം. നിന്റെ പ്രോബ്ലം എന്തുവാടോ? ചേട്ടാ പ്ലീസ്, ഒരു 8 പ്രാവശ്യം നമുക്ക് പോയി നോക്കാം. ഇത് വലിയ തലവേദന ആയല്ലോ. പ്ലീസ് ചേട്ടാ. അവിടെ ആരും ഇല്ലെങ്കിലുണ്ടല്ലോ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്നാ വാ. അവിടെ ഇവിടെ പുറത്തുവിടാൻ പാടില്ല. വിട്ടാ നമ്മൾ തീർന്നു. എവിടെയാടോ ലൈറ്റ് കത്തുന്നത്? ചേട്ടാ ഞാൻ പക്ഷെ കണ്ടതാണല്ലോ. എന്തോന്ന് കണ്ടുന്ന് വല്ലതും പറയും. ഞാൻ വന്നേ. ഇതിലെന്തോ കുഴപ്പമുണ്ട് ചേട്ടാ. ചേട്ടാ ഞാനൊന്ന് ഉള്ളിൽ പോയി നോക്കിട്ട് വന്നാലോ? എടാ ഇനി ഇവിടെ നിന്നാലുണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും. പോയിക്കോ, മര്യാദക്ക് പോകുന്നത് നല്ലത്. എന്ത് കണ്ടു എന്നാ പറയുന്നേ? എന്തോ ആയിരിക്കും, ചെന്ന് നോക്കിയാലോ? പിടിക്കേ. ആരാ നീ? ഈ സമയത്ത് ഇവിടെ എന്ത് ചെയ്യുവാ? പറ. ഞാൻ ഈ ബിൽഡിംഗിലാണ് ജോലി ചെയ്യുന്നത്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന 2 സ്റ്റാഫ്
ഒരാളെ കൊന്നിട്ടിരിക്കുന്നു സർ. കൊന്നെന്നോ? അതെ സർ. എവിടെയാ? ഇവിടെ പാർക്കിംഗ് ലോട്ടിലാണ് സർ. ഞാനത് കണ്ടതുകൊണ്ട് അവരിപ്പോ എന്നെയും കൊല്ലാൻ നോക്കാണ് സർ. പ്ലീസ് സർ, എന്നെ രക്ഷിക്കണം സർ. ശരി, നീ ഇവിടെ നിൽക്കണ്ട, എന്റെ കൂടെ വാ. നീ ഇവിടെ ഇരുന്നു. പേടിക്കണ്ട, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ തന്നെ ഇരുന്നു കേട്ടോ, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഹലോ ഹലോ, അവളെ ഇവിടെ പുറത്തുവിടാൻ പാടില്ല. വിട്ടാ നമ്മൾ തീർന്നു. സഞ്ജയ്, അവൾ ഇവിടെ ഉണ്ട്. വാ വാ. ഏയ്, തുറക്കടി. തുറക്കാൻ. തുറക്കടി. തുറക്കടി. സെക്യൂരിറ്റി, സെക്യൂരിറ്റി. ആ ലിഫ്റ്റിന്റെ അടുത്ത് പോയി ഒന്ന് നോക്കാം. ആ, ഓക്കെ. പക്ഷെ എങ്ങനെയും അവൾ നമ്മുടെ ഓഫീസിന്റെ അടുത്തേക്ക് തീർച്ചയായും വരും. സെക്യൂരിറ്റി, മോളെ, നിന്നോട് മുറിയിലിരിക്കാനല്ലേ പറഞ്ഞത്? എന്തിനാ പുറത്തേക്ക് വന്ന്? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാറേ, പെട്ടെന്ന് അവളെ തീർക്കാൻ നോക്ക് സാറേ.
വർക്കും ഇല്ല ലൈസൻസും ഇല്ല. രാവിലെ സ്റ്റേഷനിൽ ഒന്ന് വണ്ടി എടുത്താൽ മതി. അതൊക്കെ ശരിയാണ് സാർ, പക്ഷെ അച്ഛൻ ചീത്ത വിളിക്കും സാർ. അതിനെ? സാർ സർ, എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കണം സർ. എന്തു പറ്റി? എൻ്റെ ഫ്രണ്ടിനെ കാണുവാനില്ല. പോയി സാറിനെ കാണാം. താങ്ക് യു സർ. സർ, എൻ്റെ ഫ്രണ്ടെ കാണുന്നില്ല. ഓഫീസിൽ പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ബോയ് ഫ്രണ്ടാണോ ഗേൾ ഫ്രണ്ടാണോ? ഗേൾ ഫ്രണ്ട് സർ. പേരെന്താ? കാർത്തിക. ഫോൺ ചെയ്ത് നോക്കിയായിരുന്നോ? ചെയ്തു സർ, പക്ഷെ സ്വിച്ച് ഓഫാ. ഈവനിങ് മുതൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓഫീസിൽ ചെന്ന് നോക്കിയോ? ആ പോയിരുന്നു സർ. വാച്ച്മാൻ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. പക്ഷെ തീർച്ചയായും അവൾ അവിടെ ഉണ്ട് സർ. അവളുടെ പേരൻസ് ഒക്കെ എവിടെയാ ഉള്ളത്? അവരൊക്കെ നാട്ടിലാ സർ. ബാലൻ, ഇയാളുടെ കൂടെ ചെന്ന് എന്താ പ്രശ്നം ഒന്നും നോക്കിയേ. ഓക്കെ സാർ. കൂടെ ചെന്നാ മതി. താങ്ക് യു സർ. മുകളിൽ വേസ്റ്റ് ഒക്കെ ഇടുന്ന ഒരു റൂമുണ്ട് സാർ, അങ്ങോട്ട് കൊണ്ടുപോകാം സാർ. അവിടെ ആവുമ്പോൾ ആരും വരില്ല. ആ ടേപ്പ് എടുക്ക. അടിക്കേ. ഞാനാണോ സാർ? ഇങ്ങോട്ടാ. ഇവളെ എന്താ ചെയ്യാ? അവന്റെ കൂടെ ചേർത്ത് വെച്ച് കത്തിച്ചളയാം. ആ ബാഗിൽ ഫോൺ എന്തെങ്കിലും ഉണ്ടോ വെച്ചേക്ക്. സാറേ, അതൊക്കെ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന സാധനമായിരിക്കും. അതൊക്കെ എന്തിനാ തുറന്നു നോക്കുന്നത്? ഇല്ല, ഫോണില്ല. ഷുവറാടാ. എന്ത് സൗണ്ടാ അത്? അലാറം സൗണ്ടാ സാറേ. എന്താന്ന് പോയി നോക്ക്. ശരി സാറേ. എന്താടാ പോലീസ് വന്നിരിക്കുന്നത്? ഈ പെണ്ണിനെ അന്വേഷിച്ച് അവൻ നേരത്തെ വന്നതാ, ഇപ്പം പോലീസുമായിട്ട് വന്നിരിക്കുന്നു. ഈ പെണ്ണ് ഇവിടെ ഉള്ള കാര്യം അവൻ അറിയോ? കൺഫേം ആയിട്ട് അറിയില്ലായിരുന്നു, സംശയം മാത്രമായിരുന്നു. ശരി, പോ. ചന്ദ്ര, പോലീസ് വന്നിരിക്കുക. പോലീസ്? എന്തിന്? ഇവിടെ അന്വേഷിച്ച് ഇവിടെ വന്നിരിക്കാന്നാ തോന്നുന്നത്. ശ്വാസം ഉണ്ടോ നോക്ക്. ശ്വാസം ഉണ്ടറാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ ഭാര്യ അപ്പോഴേ എന്നോട് പറഞ്ഞതാ. അവളെടുത്ത് ആ ഡ്രമ്മിലിട്. എന്നിട്ട് വെള്ളം തുറക്ക. ആ ബാക്കിയുള്ള ജീവനും അതോടങ്ങ് പോവും. സുഭാഷ്, ബാക്കിയുള്ള സെക്യൂരിറ്റീസ് എവിടെ? രാത്രി തന്നെ ബ്രാൻഡിയിൽ മരുന്ന് ഇളക്കി കൊടുത്തതാ ഞാൻ. രാവിലെ വരെ അവന്മാർ എഴുന്നേക്കത്തില്ല. ഗുഡ്. പോലീസിന്റെ കാര്യം നീ നോക്കിയോ. നമുക്ക് ആ പാർക്കിങ്ങിലുള്ള ബോഡി ക്ലിയർ ചെയ്യാം. അതിനു മുൻപ് ഇവളെ പിടി. വാ. എന്താടാ ഇത്ര നേരം ഉറങ്ങിയ? എന്താടോ, അകത്താരെങ്കിലും ഉണ്ടോ? ഇല്ല സാറേ, എല്ലാവരും പോയല്ലോ. നീ ഗേറ്റ് ഒന്ന് തുറന്നേ. സാറേ, തുറക്കടോ.
എന്താടോ നീ ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ സെക്യൂരിറ്റി ആയിട്ട്? രണ്ടുപേരുണ്ടായിരുന്നു, അവർ കാർത്തികേ! ലീവില്ല സാറേ. അതെന്താ? ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാർത്തികേ! പറയും. അല്ല ഈ ബിൽഡിംഗിൽ മൊത്തം എത്ര ഫ്ലോറാ ഉള്ളത്? 9 ഫ്ലോറാ സാറേ. ഫസ്റ്റ് 2 ഫ്ലോർ ഷോപ്പിംഗ്, അടുത്ത ഫ്ലോർ ആണെങ്കിൽ ഫർണിച്ചർ, അതിന്റെ മേലെ 2 കോർപ്പറേറ്റ് ഓഫീസാ. അതിന് മേലുള്ള ഫ്ലോർ ഒക്കെ ക്ലോസ് ചെയ്തിരിക്കും. ക്ലോസ് ചെയ്തിരിക്കണോ? അതെന്താ? അറിയില്ല സാറേ, ക്ലോസ് ചെയ്തു അത്. അപ്പൊ പാർക്കിങ്ങോ? അതൊക്കെ ബേസ്മെന്റിലാ സാറേ. ആദ്യം അങ്ങോട്ട് പോവാം വാ. അവിടെയൊന്നും ആരും ഇല്ല സാറേ. ഇയാള് വാ. അതെ, ഇയാളുടെ ഫ്രണ്ട് ആരും അകത്തോണ്ടെന്ന് ഇതുവരെ പുറത്തു വന്നില്ലെന്ന് പറയാണല്ലോ. അങ്ങനെയൊന്നും ആരും ഇല്ല സാറേ. ഓഫീസും കഴിഞ്ഞ് എല്ലാവരും പോയതാ സാറേ. ഇയാൾ ചുമ്മാ പിച്ചും പേയും പറയോ സാറേ? താൻ എന്ത് ചോദിച്ചാൽ എന്താ ഉത്തരം ശരിക്ക് പറയാത്തത്? പറഞ്ഞല്ലോ സാറേ. ഒന്ന് അനങ്ങടേ. ഔട്ട് ഗേറ്റ് എവിടെയാ? അത് ഇപ്പുറത്താ സാറേ, കാലത്തെ തുറക്കത്തുള്ളൂ. എന്നാ മോളിപ്പോ. ഈ വണ്ടിയെല്ലാം ആരുടെയാ? അതൊക്കെ ഇവിടെ തന്നെ വിട്ടേച്ച് പോകുന്നതാ സാറേ. നാളെയോ മറ്റന്നാളോ വന്ന് അവരെടുത്തോളൂ. കാർത്തികേ! 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 ഇവിടെ എന്താണോ ഇത് ഇത്രയ്ക്കൊരു നാറ്റം? കക്കൂസ് ഇവിടെയാ സാറേ ഉള്ളത്. കാർത്തികേ! ഇവനെ കൊണ്ട് തോറ്റു.
ലൈറ്റ് ഒന്ന് ഓൺ ചെയ്. ഇവന് വട്ടാ സാറേ. ഇവൻ പറയുന്ന കേട്ട് നിങ്ങളെ സമയം എന്തിനാ കളയുന്നത് സാർ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അനിയ തന്നെയാ, താവാ പോവാ. സർ, ഞാൻ മേളിലേക്ക് പോയി നോക്കിയിട്ട് വരാം. പോയിട്ടൊന്ന് വേഗം വാ. ഡോ, തന്റെ കയ്യിൽ സിഗരറ്റ് ഉണ്ടോ? അത് വണ്ടിയിലാണ് സാറേ. എടോ തൻ്റെ കയ്യിലുണ്ടോ? ആ ശീലമൊന്നും എനിക്കില്ല സാറേ. കാർത്തികേ, 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 സമയം ഒരുപാട്. ഇവിടെ എങ്ങും ആരുമില്ല. സാർ വിളിക്കും, നീങ്ങി വാ. ഡോ വാടോ. സർ, ഇത് അവളുടെ ചെരുപ്പാ സർ. പൊന്നുമോനെ, ഇതുപോലെ 1000 ചെരുപ്പുകളുണ്ട്. താൻ വാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഇൻഫോം ചെയ്യണം. ശരി സാറേ, തീർച്ചയായിട്ടും സാറേ. അതെന്തിനാടാ പോയിക്കൊണ്ടുവരുന്നേ? കളഞ്ഞിട്ട് വാ. വണ്ടി എടുക്കട്ടെ സാർ? താ സ്റ്റേഷനിൽ ഒന്നൊരു കംപ്ലൈന്റ് തന്നിട്ട് പോയാൽ മതി. വെറുതെ പേടിക്കട്ടോ, നമുക്ക് കണ്ടുപിടിക്കാന്നേ. ശരി എന്നാ, ഞാൻ വരട്ടെ. വരട്ടെ. താങ്ക് യു സർ. എന്താ ചോദിച്ചേ? ആ പെണ്ണിനെ കുറിച്ചാ ചോദിച്ചത് സാറേ. ഞാൻ ഒരുവിധം പറഞ്ഞയച്ചു. ശരി, അവക്ക് എന്തായി നോക്കാം. വാ. അവൾ എവിടേക്കാ പോയത്?
സമയത്ത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നേ. എങ്ങനെയാ നമ്മൾ അവളെ മിസ് ചെയ്തത്? ഇനി എന്ത് ചെയ്യും സാർ? ഈ മാൾ മുഴുവൻ സർവൈലൻസ് ക്യാമറ ഉണ്ടല്ലോ, നിന്റെ റൂമിൽ നിന്ന് നോക്കാം. ശരി, എല്ലാ ലൈറ്റ്സ് ഓൺ ആയിരിക്കണം. ഓക്കെ. ഓ, മോണിറ്റർ ഓൺ ചെയ്യ്. ഞാനിവിടെ നിന്ന് അവളെ ഉണ്ടെന്ന് പറയാം. ഞാൻ പറയുന്നത് അതുപോലെ ഫോളോ ചെയ്താൽ മതി. വെളുക്കുന്നതിന് മുമ്പ് അവളെ പിടിച്ചേ പറ്റൂ. ഗോ. സഞ്ജയ്, ഫോൺ ഓണിൽ തന്നെ ഇരിക്കണം. ഞാൻ പറയുന്നത് ഫോളോ ചെയ്യ്. ഓക്കെ, നീ അങ്ങോട്ട് വെക്കോ. ശരി സാറേ. ഇനി നിനക്ക് രക്ഷയില്ലടി. എവിടെ പോകാൻ ഇറങ്ങിയതാ രണ്ടുപേരും? ഇങ്ങോട്ട് കൊണ്ടുപോടാ. എങ്ങോട്ട് പോവാ രണ്ടുപേരും? പാവല്ലേന്ന് പറഞ്ഞു വിട്ടപ്പോ എന്നെ തന്നെ പറ്റിക്കാൻ നോക്കുവാണോ നിങ്ങള്? കഷ്ണം കഷ്ണമായിട്ട് വെട്ടി നുറുക്കും ഞാൻ. നിന്റെ മോമെന്ന് എടുത്തോണ്ട് പോട്ടെ. ഇത് തന്നേടാ. ഫോൺ റീച്ച് ആവുന്നില്ലല്ലോ. ഒരു പക്ഷെ പോലീസിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവോ? ഞാൻ തന്നെ പോലീസിൽ പോയാലോ? ഈ സ്ഥലം ഏതാ? മേൽമരുവത്തൂരിന് അടുത്തുള്ള സ്ഥലമാ. ഇവിടെ ഏതെങ്കിലും ബസ് നിർത്തോ? ബസ്സൊന്നും നിൽക്കൂല, ലോറി വന്നാൽ കയറി പോവാം. അത് മാത്രമേ നടക്കൂ.
ചായ കുടിക്കുന്നോ അനിയ? ചേട്ടാ ഒരു ചായ ഇവിടെ തന്നെ. എന്താടാ ഷഫീഖ്, ഇവിടെ നിൽക്കണോ നീ? എന്ത് പറ്റിയടാ? ശരി നീ വാ, നമുക്ക് സമയമായി. പോ വാ, ചെന്നകത്തിരിക്കേ. ചെങ്കൽപ്പെട്ടിൽ ഞാൻ ഇറങ്ങിക്കോളാം ചേട്ടാ. എന്താ അനിയ, നിന്റെ ആൾക്കാരോട് പറ, ഞാൻ നിനക്ക് ചായയൊക്കെ വാങ്ങിച്ചു തന്നില്ലേ? നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ കാശ് തരാടേ. ഡാ, എന്തുവാടേ? നീ എന്താ അപ്പിടാൻ പോവാണോ? ഓടിക്കണോ? ഓടുവല്ലേ? എവിടേക്കാണ് ഓടുന്നത്? എവിടെയാ ഓടുന്നത്? ഞാൻ വായിക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. ഫോൺ ചെയ്യട്ടെ. ഫോൺ ചെയ്യട്ടെ. നിന്റെ അപ്പൂടെ തീക്കാൻ പറയട്ടെ. എന്താണ് നീ വിചാരിച്ചത്? ആരെ കളിപ്പിക്കാൻ നോക്കുക? എന്റെ കളിയൊന്നും എന്റെ നടക്കില്ല. മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വന്നോ? ഇനി എങ്ങനെ നീ രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ വണ്ടി എടുക്കടാ. സഞ്ജയ്, അവൾ ആ സ്റ്റെപ്സിലുണ്ട്. എവിടെയാണ് അവള്? ഇവിടെയാണ് കണ്ടത്. രക്ഷപ്പെട്ടവളെ നമ്മൾ മിസ് ചെയ്തവളെ. നീ ചുമ്മാ ടെൻഷൻ ആവല്ലേ? എന്തൊന്ന് ടെൻഷൻ ഉണ്ടെന്നാ നീ പറയുന്നത്? ഇനി 2.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോ എല്ലാരും വരും. നമ്മൾ പെട്ടത് തന്നെ. എന്റെ ഭാര്യ അപ്പോഴേ പറഞ്ഞതാ. തന്റെ തിരുവായൊന്ന് അടയ്ക്കുന്നുണ്ടോ? വിടറാ, അവൾ എവിടെ പോവാനാ? ഇവിടെ തന്നെ ഉണ്ടോ? എങ്ങനെ പിടിക്കാം? വാ. അവളിത് ഇവിടെ ഉണ്ട്. വേഗം വന്നേ സാറേ, വേഗം വാ. എടി ഓടരുത്, അവിടെ നിൽക്കാൻ. അവള് നീയുള്ള സ്ഥലത്താ വരുന്നത്. നിന്റെ അടുത്താ വരുന്നത്.
ഇത് വെച്ചിട്ടാണോ എന്നെ ഫോളോ ചെയ്യുന്നത്? സഞ്ജയ്, നീ എന്ത് ചെയ്യുന്നു? അവളാ സ്റ്റോർ റൂമിലുണ്ട്, ഉടനെ പോ. ആ, ഞാൻ സ്റ്റോർ റൂമിലേക്ക് തന്നെ വെക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ? ഇല്ല, അവള് ക്യാമറയെല്ലാം പൊട്ടിച്ചിട്ടിരിക്കുക. നീ നേരെ സ്റ്റോർ റൂമിലേക്ക് ചെല്ല്. ഈ സഞ്ജയുടെ ഒരു കാര്യം. ഞാൻ മരിച്ച നീ വരില്ലല്ലോ. ഞാൻ എന്നെ മരിക്കാൻ പോവാ. ഡേയ്, നീ എന്തിനാണ് ഇവിടെ? വാ പോവാ, നിനക്ക് വേണ്ടി അമ്മ വെയിറ്റ് ചെയ്യ. കാർത്തികയെ വൈകുന്നേരം തൊട്ട് കാണുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതാ എനിക്ക് പേടിയാവുന്നത്. ശരി വാ, കാലത്ത് നോക്കാം. അവളെ കാണാൻ ഞാൻ എവിടേക്കും വരില്ല. നിന്റെ അടുത്തൊന്ന് പറഞ്ഞ വിഷമിക്കല്ലേ? പറഞ്ഞോ? ചീത്ത പറയരുത്. എന്താടാ, ഒന്ന് പറയടാ. അതല്ല, ഇന്നലെ രാത്രി നമ്മൾ വന്നോണ്ടിരുന്നില്ലേ, അപ്പോ ഞാൻ സുരേന്ദ്രനാ, ചാർലസിന്റെ ഫ്രണ്ട്. പറയൂ. അല്ല, ഞാൻ അറിയാ ചോദിക്കാ, നിന്റെ മനസ്സിൽ നീ വലിയ സുന്ദരി എന്നാണ് വിചാരം? എന്റെ ഫ്രണ്ടിനെക്കാളും നല്ലൊരു പയ്യൻ നിനക്ക് കിട്ടുമോ? അവൻ എന്റെ കൂടെ ചേർന്ന വലിയ ക്രിക്കറ്റ് പ്ലെയർ ആവേണ്ടതാ. നിനക്ക് വേണ്ടി എല്ലാം അവൻ ഉപേക്ഷിച്ചു, പക്ഷെ നീ അവനെ അവോയ്ഡ് ചെയ്യുന്നു. കഷ്ടം. നോക്കുമോളെ, നിന്റെ നല്ലതിനാ ഞാൻ പറയണത്. നീ അവനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. മര്യാദയ്ക്ക് ഫോൺ വെക്ക്. ഹലോ ഹലോ. എടാ, എന്തിനാണ് നീ അങ്ങനെ ചെയ്തത്? ആരാ നിന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞേ? ഫ്രണ്ട്ഷിപ്പ് അളിയാ, അതാണ് എന്നെ അങ്ങനെ ചെയ്യിച്ചത്. ഒന്ന് പോടാ അവിടുന്ന്. നിന്നെ ഞാൻ ഇവിടുന്ന് പോയി തോലേടാ. ഓ, അതുകൊണ്ടായിരിക്കും രാവിലെ അവൾ എന്നോട് അങ്ങനെ സംസാരിച്ചത്. എന്തടേ ഇത്? പെണ്ണുങ്ങളെ ചെരുപ്പൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നുണ്ട്, വിഷമിക്കരുത്. നീ ഇത്രയ്ക്കും ഫീൽ ചെയ്യാൻ അവൾ അത്ര അർത്ഥമൊന്നുമല്ല.
കാർത്തികേ, 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 കാർത്തികേ. ചാൾസ്, കാർത്തികേ, ചാൾസ്, കാർത്തികേ, ചാൾസ്, ചാൾസ്, കാർത്തികേ. ചാൾസ്, നീ എവിടെയാണ്? ചാൾസ്, ഞാൻ സെക്കൻഡ് ഫ്ലോറിലാ. നീ എവിടെയാ? ചാൾസ്, ഞാൻ പ്ലസ് 4. കാർത്തികേ, കാർത്തികേ. സഞ്ജയ്, സഞ്ജയ്, സഞ്ജയ്. ഹലോ ഹലോ നടക്ക്, സ്റ്റേഷനിൽ പോയി ഉറങ്ങാം.
ഇവിടെയാ നീ പോയി സാധനം വാങ്ങിട്ട് വാ, ഞങ്ങൾ അപ്പുറത്തുണ്ടാവും. ആ ശരി. ഡാ, ആ വേഗം വരണം. എന്നെ പറ്റിയാണോ പറയുന്നത്? സാർ എന്തായി? രാത്രി ആരെയോ ഉള്ളിൽ വെച്ച് തട്ടിക്കളഞ്ഞത്രേ. സാർ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ഡോ, കൊന്നെന്ന് പറയുന്നു, അത്രേ ഉള്ളൂ എന്ന് ചോദിക്കുന്നു. സോറി. അല്ല, ഇപ്പൊ തനിക്ക് എന്താ വേണ്ടേ? ഒന്നുമില്ല. ഓരോന്ന് വന്നോളും രാവിലെ തന്നെ. വരൂ ചേട്ടാ. താങ്ക്സ്. വരട്ടെ മോളെ. ആർക്കും അറിയില്ല ചേട്ടാ, ഞാൻ ആരോടും പറയില്ല. ഇവിടെ ഇപ്പൊ വേറൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ചേട്ടാ ഇവിടെ ഇരിക്കണ്ട, പോയിക്കോ. വരട്ടെ. ശരി ചേട്ടാ. എന്നോട് ക്ഷമിക്കണം ഉപ്പ, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരി, വിട്ടേക്ക് മോനെ. ഇപ്പൊ നിനക്കെല്ലാം മനസ്സിലായല്ലോ. ഇനി നീ ഒരു പുതിയ ജീവിതം തുടങ്ങണം.